ഹായ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാവിലത്തെ മുറ്റോടെയാണ്, ചുറ്റും മാവാണേ. അപ്പോൾ പിന്നെ ഇല വീഴാതിരിക്കുമോ? അപ്പോൾ വേനൽക്കാലമല്ലേ, ഇലയും അതേപോലെ തന്നെ നല്ല പൊടി ഉണ്ടാവും, കാറ്റ് വീശും നല്ല പൊടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചൊന്ന് ഒതുക്കി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും പൂച്ചക്കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, വിശന്നിട്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് ഭക്ഷണമൊക്കെ കൊടുത്തതാണ്. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. റാഗി പൊടിയാണ് കേട്ടോ, ഞാൻ തന്നെ കഴുകി ഉണക്കി പൊടിച്ചതാണ്, വറുത്തില്ല, പൊടിച്ചതാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് കട്ടയില്ലാതെ. ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാട്ടോ, ഞാൻ ചേർത്തിരുന്നു. കാച്ചിയ പാലാണ്, ഒരു കരണ്ടി ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടാറിയതിന് ശേഷം മാത്രം അടിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ, ഒരിക്കലും ചൂടോടെ ഒഴിക്കരുത് ജാറിലേക്ക്. ബദാമാണ്, ബദാം കുതിർത്തി തൊലി കളഞ്ഞതാണ്, ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 3 ഈന്തപ്പഴം കൂടി എടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം മാത്രമേ ജാറിൽ ചേർക്കാവുള്ളൂ കേട്ടോ. അടിച്ചെടുക്കുന്നുണ്ട്. ഇത് എനിക്ക് മാത്രമുള്ളതല്ല കേട്ടോ, എൻ്റെ മോനും കൂടി ഉള്ളതാണ്. 2 ആളും ഓരോ ഗ്ലാസ് രാവിലെ കുടിക്കാറുണ്ട് ഇടയ്ക്ക്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ സൈറ്റിലെത്തി. ഉള്ളിൽ വർക്ക് നടക്കുന്നുണ്ട്, ടൈൽസ് വർക്ക് നടക്കുന്നുണ്ട്. ബാക്കിൽ കൂടെ വന്നതാണ് കേട്ടോ, അതാണ് ബാക്ക്, വീടിൻ്റെ ബാക്കാണിത്. ഇവിടെ കുറച്ച് ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഉള്ളിൽ ടൈൽസ് വർക്ക് നടക്കേണ്ടത് കണ്ടില്ലേ. ഇത് വുഡ് തരത്തിലുള്ളൊരു ടൈൽസാണ് കേട്ടോ. കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റൂമിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഒരു റൂമിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ സൈഡിലൊന്നും വെച്ചില്ല, അതും കൂടെ വെക്കാനുണ്ട്. നടുവിൽ വെച്ചത് ഗ്രാനൈറ്റാണ്. ഈ നമ്മളെ ഡൈനിങ് ഏരിയയിലും ബാക്കിയുള്ള ഏരിയയിലൊക്കെ ഈ വുഡിൻ്റെ തരത്തിലുള്ള ടൈൽസാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഈ വീടിനൊരു ഷോ വാൾ വെച്ചിട്ടുണ്ട് മുന്നിൽ, കണ്ടില്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ആദ്യം നമുക്ക് ടൈൽസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് ആലോചിച്ചത് വേണ്ട, നമുക്ക് കുവൈറ്റ് ടവർ വെക്കാമെന്ന്. ഞാനൊരു 30 വർഷം കുവൈറ്റിലായിരുന്നു. ഹസ്ബൻഡ് ഇപ്പോഴും കുവൈറ്റിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ആ കുവൈറ്റ് ടവറിൻ്റെ, നമ്മുടെ താജ്മഹൽ പോലെ, ഇന്ത്യയിലെ താജ്മഹൽ ഉണ്ടല്ലോ, അതേപോലെ കുവൈറ്റിൻ്റെ മോണ്യുമെൻ്റാണ് കുവൈറ്റ് ടവർ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയതാണ്. ഇനി അത് പോളിഷും പെയിൻ്റ് അടിച്ച് വരുമ്പോൾ നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കാവശ്ശേരി പൂരത്തിന് പോയി. ഭയങ്കര ചൂടാണ് കേട്ടോ, ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. അമ്പലമാണ്, പരക്കാട്ട് ഭഗവതി അമ്പലമാണ്. അമ്പലത്തിനുള്ളിൽ കയറി തൊഴുതി ഇറങ്ങിയപ്പോൾ ദേ ഒരുപാട് പേര് നടന്നു പോണു. 2 ദേശത്തിൻ്റെ വെടിക്കെട്ട് കുറച്ച് ദൂരെയാണ്, അത് കാണാനാണ് ഇവരെല്ലാവരും പോണത്. ആ ഭാഗത്തേക്ക് ഒരു വണ്ടിയും കടത്തി വിടാറില്ല. അപ്പോൾ പിന്നെ നടന്നേ പറ്റൂ. അപ്പോൾ എല്ലാവരും നടക്കുകയാണ്. നല്ല ചൂടാണെങ്കിലും എല്ലാവരും നടന്നത് വെടിക്കെട്ട് കാണാൻ വേണ്ടി നടക്കുകയാണ്. പക്ഷെ അതൊരു രസമായിരുന്നു കേട്ടോ. ഇത് കാവശ്ശേരി ദേശത്തിൻ്റെ കുതിരയാണ്. അതേപോലെ തന്നെ വേറെ 2 ദേശത്തിൻ്റെ കുതിരയും ഉണ്ട്. ഞാനും സൈഡിലൂടെ ഇങ്ങനെ കുറേ ദൂരം നടന്നു. അപ്പോഴേക്ക് കുറച്ച് ദൂരം നടന്നപ്പോൾ ദാഹിച്ചുട്ടാ. അപ്പോൾ ഒരു സർബത്ത് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു സർബത്ത് കുടിച്ച് വീണ്ടും നടന്നു. ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേ. ആ കുട്ടിക്കാലമൊക്കെ ഒന്ന് ഒരു ഓർമ്മ വന്നു നമുക്ക്. അത് ഞാൻ ഈ കുറേ കാലമായിട്ട് നാട്ടിലില്ലല്ലോ, കുവൈറ്റിലില്ലേ. അത് കാരണം കൊണ്ട് നമുക്ക് നാട്ടിൽ ഈ ഇങ്ങനെയുള്ള സമയങ്ങളിൽ വരുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമാണ്. കുറേ ആൾക്കാരെയും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം തന്നെയാണ്. ആ കുട്ടിക്കാലം ഓർമ്മ വരും. നല്ല രസമായിരുന്നു കേട്ടോ. നല്ല കമ്മലുകളും നല്ല രസമായിരുന്നു കാണാനും. നമ്മളൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഇത് കാണുമ്പോൾ ഒരു മനസ്സിനുള്ളൊരു സന്തോഷം വേറെ തന്നെയല്ലേ. കുട്ടിക്കാലത്ത് നിന്ന് ഇതുപോലെ ഇത്രയൊന്നും ഇങ്ങനെ നടക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഇപ്പം കാണുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു സന്തോഷം തോന്നുകയാണ്. എല്ലാ സ്റ്റോളിലും ഞാൻ കയറി നടന്നു നോക്കി. ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. നിങ്ങൾക്കും കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ് കുറച്ച് വീഡിയോസ്. നല്ലൊരു ക്യൂട്ടായിരുന്നു കേട്ടോ എല്ലാം കാണാനും. നമുക്കത് എൻജോയ് ചെയ്തിട്ട് ശരിക്കും അത് നടന്ന് നോക്കാൻ നല്ലൊരു രസമായിരുന്നു. അതൊക്കെ കാണുമ്പോൾ തോന്നും എല്ലാം വാങ്ങിക്കണമെന്ന്. പക്ഷെ വാങ്ങിയിട്ടൊരു കാര്യമില്ലല്ലോ, നമ്മൾ വെറുതെ വീട്ടിൽ വെച്ചിട്ട് എന്താ കാര്യം. ഒന്നും വാങ്ങിക്കാനൊന്നും നിന്നില്ല, അത് കാണുമ്പോൾ തന്നെ ഒരു രസമല്ലേ. അപ്പോഴേക്ക് വേറൊരു ദേശത്തിൻ്റെ വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ദൂരെയാണത്. കുറച്ച് നേരം അതും നോക്കി നിന്നു കേട്ടോ, നല്ല രസമായിരുന്നു. അതും കഴിഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങി വീട്ടിലേക്ക് പോവുകയാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മുടെ പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.